ചെറിയമ്മേ, രാധികയുടെ വിശേഷം എന്തൊക്കെയുണ്ട്? രാധിക ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചു വച്ചതേ ഉള്ളൂ. അവള് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹാപ്പിയാണെന്ന് വെറുതെ ഒന്നും പറഞ്ഞാ പോരാ മോളെ. വരുണ അവളും തമ്മിലുള്ള ജീവിതം സ്വർഗത്തിന് തുല്യ. മാത്രല്ല മോള് കൊടുത്ത ധൈര്യവും ചങ്കൂറ്റും ഒക്കെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. വരുണിന്റെ ഭാഷയിൽ പറഞ്ഞ രാധിക ഇപ്പൊ നല്ലൊരു ഫൈറ്ററാ. വെരി ഗുഡ്. പിന്നെ ചെറിയമ്മേ, എനിക്കൊരു സീരിയസ് മാറ്റർ പറയാനുണ്ട്. ഇരിക്കെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട്. പ്രിയങ്ക കൊലക്കേസ് ഒന്ന് റീഓപ്പൺ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. റീഓപ്പൺ ചെയ്യാനോ? എന്നുവെച്ചാ ചില കേസുകളിൽ അങ്ങനെ നടക്കാറുണ്ട്. കോടതി വിധിയിൽ അതിശക്തമായ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാലോ, അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ ഇതുവരെ ഇല്ലാത്ത പുതിയ തെളിവുകൾ എന്തെങ്കിലും എത്തിയാലോ, അങ്ങനെയൊക്കെ സംഭവിച്ചാലേ ഉള്ളൂ സാധാരണഗതി റീഓപ്പൺ ഉണ്ടാവൂ. എനിവേ, ചന്ദ്രശേഖരന്റെ അഡ്വക്കേറ്റ് നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. മോളെ, ഞാനിത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല. കഴിഞ്ഞുപോയിന്ന് പറയുന്ന ഒരു കേസ് വീണ്ടും വിചാരണയ്ക്ക് എത്തുമ്പോ രാധികയ്ക്കും വരുണനും ചിലപ്പോ ഒരിക്കൽ കൂടി കോടതിയിൽ ഹാജരാകേണ്ടി വന്നേക്കും. ചിലപ്പോ അതില്ലാതെ ഇരിക്കും. ഞാനത് മുൻകൂട്ടി പറഞ്ഞേ ഉള്ളൂ. കൃത്യമായ തെളിവുകളൊക്കെ മോള് ഹാജരാക്കിയതല്ലേ? ചന്ദ്രശേഖരനെ കുറ്റവാളിയെന്ന് ബോധ്യപ്പെട്ടതുമല്ലേ? പിന്നെ അവരെന്ത് തെളിവ് കൊണ്ടുവരാനാ? രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകള് എന്തൊക്കെ സൃഷ്ടിച്ചെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേസ് റീഓപ്പണിങ്ങിന്റെ സ്വഭാവം മനസ്സിലായാലേ അതിന്റെ പ്രതിരോധം എന്തെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. മോളെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? ചെറിയമ്മ പേടിക്കണ്ട, ഞാനില്ലേ. പണവും സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലും കൃത്രിമം ചന്ദ്രശേഖരൻ ഉണ്ടാക്കി കാണും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അല്ലാതെ വീണ്ടും ഒരിക്കൽ കൂടി എന്തായാലും കോടതിയിൽ കേസ് വരില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എതിർത്ത് തോൽപ്പിച്ചേ പറ്റൂ. ഈ പറഞ്ഞ മോൾ ആരാ? എന്റെ അനിയത്തിയല്ലേ? അവളുടെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തല്ലേ? അതിലൊരു വീഴ്ച വന്ന അതെന്റെ ടോട്ടൽ കരിയറിന് തന്നെ നാണക്കേടാ. സോ എന്റെ അനിയത്തെ ഞാൻ രക്ഷിച്ചിരിക്കും. ഇതല്ല, ഇതിലും വലിയ സിറ്റുവേഷൻ വന്നാലും. മോളെ, എനിക്ക് വിശ്വാസ. വേറെ ആരായിരുന്നാലും ഈ കേസിൽ വരുണും രാധികയും കുറ്റവാളികളാണെന്നേ വിധി എഴുതും. മറിച്ച് തെളിയിച്ചത് നീയാ, നിന്റെ ടീമാ. എന്നാ ഓക്കെ, ഞാൻ അപ്പൊ ചെന്നിട്ടെ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. എന്നിട്ട് ഞാൻ പറയാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞ, ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഞാൻ തന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാനല്ല. അതിനി പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല മോളെ. ശ്യാമയുടെ ടെൻഷനെ ദേ ഇപ്പൊ തുടങ്ങും. ടേക്ക് ഇറ്റ് ഈസി. രാധികയ്ക്കും വരുണിനും ഒന്നും സംഭവിക്കില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി.